ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ചതച്ചത് അത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ റോൾ ചെയ്ത് ചപ്പാത്തിയിലോ പത്തിരിയിലോ ഒക്കെ കൊടുക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നമുക്കത് സൈഡായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ. വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ ആദ്യം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് കുക്കറിലാണ് ഞാൻ വേവിച്ചത്. ഒരു വിസിലടിച്ചു ട്ടാ, അത്രയും വേവിച്ചത്. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമ്മള് കുക്ക് ചെയ്യണതിന് മുന്നേ വേവിച്ചു വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചു വെച്ചിരുന്ന ചിക്കൻ, അതിന്റെ മീറ്റ് മാത്രം എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ വയ്ക്കാം. പാൻ വെച്ചിട്ട് പാൻ ചൂടാവുമ്പോ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 5-6 പീസ്, നമ്മൾ ആ ഇഞ്ചിയുടെ പീസും വെളുത്തുള്ളിയും ഒരു 5-6 വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തുണ്ടായേ. ആ വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത് ഇതിലേക്ക് ഇടാം. നല്ല പോലെ നമുക്കത് ബ്രൗൺ കളർ ആവുന്ന വരെ, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്നത് വഴറ്റാം. നമുക്കിതൊരു ലൈറ്റ് ബ്രൗൺ കളറായി. അതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു ഹാഫ് ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇടാം. ഹാഫ് ടീസ്പൂൺ തന്നെ ഇടാം. ഇനി എരിവ് നന്നായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എരിവ് ഇടാട്ടാ, മുളക് പൊടി ഇടാട്ടാ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഗരം മസാല നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ, കുറച്ച് ഗരം മസാല ഇടാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം കേട്ടോ. കുരുമുളക് പൊടി. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇടാം. ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ ചിക്കനില് ഈ മസാല നന്നായി പിടിക്കണ മാതിരി നമുക്കതില് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. നമ്മളത് ചെയ്യുമ്പോ നല്ല മിക്സായി വരുന്ന ആ ഒരു സ്മെല്ല്. ഒരുവിധം നമ്മൾ കുക്ക് ചെയ്തതാണല്ലോ, വെന്തതാണല്ലോ നമ്മുടെ ചിക്കൻ. അതുകൊണ്ട് ഇതിലൊന്ന് മിക്സ് ആവണ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മുടെ എരിവും നമ്മുടെ മസാലയും ഒക്കെ നല്ല പോലെ പിടിക്കണ രീതിയിൽ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. എന്നാലും ലേശം ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക്
ഇത് നമുക്കപ്പോ നന്നായി ഇതുമേ എല്ലാം നമ്മുടെ ചിക്കനുമേ എല്ലാ മസാലയും അതിന്റെ ആ എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് അത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചിക്കൻ ചതച്ചത് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ ഈ ചിക്കൻ ചതച്ചത് വെച്ച് റോൾ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.